നമസ്കാരം. മാമ്പഴം കഴിക്കുന്നത് തെറ്റാണോ? അതുമല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റായി പെട്ടിക്കണക്കിന് മാമ്പഴം തന്നാൽ അത് സ്വീകരിക്കുന്നത് തെറ്റാണോ? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയുന്നതാവും കുറച്ചുകൂടെ ശരി. മാമ്പഴം ഇതുപോലെ പെട്ടിക്കണക്കിന് മാമ്പഴം വാങ്ങുന്നതോ അല്ലെങ്കിൽ അത് നമ്മൾ വാങ്ങി കഴിക്കുന്നതോ ഒക്കെ വളരെയേറെ തെറ്റാണ്, അക്ഷന്തവ്യമായ കുറ്റമാണ്. അങ്ങനെ പുതിയൊരു നിർവചനം കൂടി, അതിനൊരു പക്ഷേ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ശേഷി ഈ മാമ്പഴത്തിന് ഉണ്ടായേക്കാം. ഇത്രയും പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് ഒരു പെട്ടി മാമ്പഴം എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല 7 പേർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശശി തരൂർ MP അദ്ദേഹത്തിന് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ കൊണ്ടുവന്നൊരു പെട്ടി മാമ്പഴം കൊടുത്തു. കപിൽ സിബലിന് കൊടുത്തു. മൊഹിബുള്ള തുടങ്ങി അങ്ങനെ 7 പേർക്ക് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഈ പറയുന്ന മാമ്പഴം കൊണ്ടുകൊടുത്തു. അതെന്താ, ഇന്ത്യയിൽ മാമ്പഴം ഇല്ലേ? പാകിസ്ഥാനിൽ നിന്ന് തന്നെ മാമ്പഴം വേണോ എന്നതാണ് അടുത്ത ചോദ്യം. ഉത്തർപ്രദേശിലെ മാമ്പഴം തനിക്കിഷ്ടമല്ല, അവിടുത്തെ മാമ്പഴം കൊള്ളില്ല എന്നൊരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വളരെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ മാമ്പഴം പോരെ എന്ന് BJP-ക്കാർ തിരിച്ചു ചോദിച്ചു തുടങ്ങി. ഇതിനെ മറ്റൊരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിലൂടെ തന്നെ നോക്കിക്കാണേണ്ടി വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി, നമുക്കറിയാം, രാഹുൽ ഗാന്ധി പലയിടത്തും പോകുമ്പോൾ അല്ലെ പല പ്രസംഗങ്ങളിലും നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യയിലെ BJP-യുടെ ഭരണത്തിനെതിരായും ഒക്കെ ശക്തമായ രീതിയിലാണ് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ജാതി സെൻസസുമായി അദ്ദേഹം ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം BJP-ക്കാരെ ഒന്നടങ്കം വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു. അതിന് പല മാധ്യമങ്ങളും വളരെയധികം പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഉയർത്തിയ ഓരോന്നും, അതായത് ഈ പറയുന്ന BJP-ക്കാരെല്ലാവരും തന്നെ യഥാർത്ഥ ഹിന്ദുക്കളല്ല എന്നും ഹിന്ദുമതത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് യാതൊരു അവകാശമില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് മാത്രമല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലുള്ളവർ മാത്രമല്ലാതെ പുറത്തു നിന്നുള്ളവർ പോലും രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവ്, ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് എന്ന് കരുതി കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കുകയുണ്ടായി. അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി, നിങ്ങൾ ഇങ്ങനെ വേണം, ഇതിങ്ങനെ മിസ് ചെയ്യാതെ ഇതുപോലെ തന്നെ തുടരുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു എല്ലാവരും രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചു കൊണ്ടിരുന്നത്. നമുക്കറിയാം, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ നേരത്തെ തന്നെ പാകിസ്ഥാനിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയുമായി ഉണ്ടായ ഒരു ബന്ധം എന്തോ ഉണ്ട് എന്നുള്ള പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളിലേക്ക് എത്തപ്പെട്ട ഒരാൾ ആയിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സുനന്ദ പുഷ്കറിൻ്റെ മരണവും സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇവർക്കെല്ലാം പാകിസ്ഥാനുമായി എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അതുമാത്രമല്ല, നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യം നമുക്കറിയാം. വയനാട്ടിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഇവിടുത്തെ ലീഗിൻ്റെ പതാകയെല്ലാം അഴിച്ച് നിങ്ങൾ പോക്കറ്റിൽ വെച്ച് സുരക്ഷിതരായിരുന്നോളാനാണ് രാഹുൽ ഗാന്ധി അന്ന് ലീഗിലെ പ്രവർത്തകരോട് നടത്തിയ ആഹ്വാനം. കാര്യം മറ്റൊന്നുമല്ല, ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന ലീഗിൻ്റെ കൊടി കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ കൊടിയാണോ എന്ന് സംശയിക്കുന്നു. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാൻകാരുടെ അല്ലെങ്കിൽ ഒറ്റുകാരനായി ചിത്രീകരിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയത്. അത് വലിയ വിവാദമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പെട്ടി മാമ്പഴം കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങിയിരുന്നു. അതിൽ കേരളത്തിലെ, ഇന്ത്യയിലുള്ള ഒരു മാമ്പഴവും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. ഉത്തർപ്രദേശിലാണ് ഏറ്റവും വലിയ മാമ്പഴ വിപണി നടക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കപിൽ സിബൽ ആണെങ്കിൽ പോലും അത് ഏറ്റുവാങ്ങിയ ഒരാളാണ് കപിൽ സിബൽ. അദ്ദേഹമാണെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ എന്നിരുന്നിട്ട് പോലും അദ്ദേഹത്തിനും ഉത്തർപ്രദേശിലെ മാമ്പഴത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ മാമ്പഴം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പം വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്തിനാണ് പാകിസ്ഥാനിൽ നിന്ന് മാമ്പഴം വാങ്ങിയത്? ഇന്ത്യയിലുണ്ടല്ലോ, ഇന്ത്യയിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഈ മാമ്പഴം പാകിസ്ഥാനിലെ ഒരാൾ കൊണ്ട് തന്നപ്പം വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ഒരു വലിയ കലാപം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നിരുന്നു. അതായത് ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാമല്ലോ, അതുപോലെ ഒരു വലിയ ഒരു പ്രക്ഷോഭം നമ്മുടെ നരേന്ദ്രമോദിക്കെതിരായി നടക്കുമെന്ന് സൽമാൻ ഖുർഷിദ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിന് സമാനമായ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക്, ഒരു കലാപത്തിലേക്ക് ഇന്ത്യൻ ജനത പോകും, പ്രധാനമന്ത്രിയെ ആക്രമിക്കും, പ്രധാനമന്ത്രിയുടെ വീടുകൾ ആക്രമിക്കും തുടങ്ങിയ ഒരുപാട് പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വാക്കുകൾ, മുൻവിധികൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി.
അതായത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും മോദി ഭരണത്തിൻ്റെ കീഴിൽ വളരെയധികം അസ്വസ്ഥരാണ്. സത്യത്തിൽ അസ്വസ്ഥർ തന്നെയാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ബജറ്റ് ആണെങ്കിൽ പോലും, ഇനി സാധാരണക്കാർക്ക് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നമാണെങ്കിൽ പോലും, ഇനി അതല്ല നമ്മുടെ വിനേഷ് ഫോഗട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അത്തരത്തിലുള്ള ജന്തർ മന്ദറിൽ നടത്തിയ സമരങ്ങൾ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഈ പറയുന്ന BJPയുടെ ഭരണത്തിന് കീഴിൽ അസ്വസ്ഥരാണ് എന്ന് മാത്രമല്ല, ഇതെങ്ങനെയെങ്കിലും BJP ഭരണം ഒന്ന് മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി കിട്ടിയത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രധാനമായും നമ്മളുടെ കയ്യിലിരിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന വലിയൊരു ആയുധമാണ്. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും നമ്മുടെ വിരൽത്തുമ്പുകളാണ് എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ആയുധമായി മാറിയിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇത്തവണയും BJPയെ ഭാഗ്യം തുണച്ചു എന്ന് പറയുന്നതാകും ശരി. അതുകൊണ്ട് മാത്രമാണ് അസ്വസ്ഥരായ ജനങ്ങൾ കൂട്ടത്തോടെ വിധി എഴുതിയിട്ടും എന്നിട്ടും ഈ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് BJP വീണ്ടും അധികാരത്തിലെത്തിയത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ ഒരു വലിയ കളി കളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ചില കളികൾ കളിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഒരു കേവല ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നത്. നമ്മൾ അപ്പുറത്തേക്ക് ചിന്തിച്ചു നോക്കിയാൽ വാരണാസിയിൽ പോലും വലിയൊരു ഭൂരിപക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിയ നരേന്ദ്രമോദിക്ക് അവിടെ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. വെറുതെ ഒരു ഘട്ടത്തിൽ തോറ്റുപോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ വാരണാസിയിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് BJPയുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാവരും വളരെയധികം അസ്വസ്ഥരാണ് എന്നുള്ളത് തന്നെയാണ് അത് ഉയർത്തുന്ന സൂചന. ഇനിയിപ്പം ബംഗ്ലാദേശിലെ സമാനമായ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ BJPക്കാർ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ മാമ്പഴം രാഹുൽ ഗാന്ധി സ്വീകരിച്ചതോടെ അതോടൊപ്പം രാഹുൽ ഗാന്ധി വിദേശങ്ങളിൽ പോയി നടത്തുന്ന പ്രസംഗങ്ങളിൽ ഒരു ഇന്ത്യാ വിരുദ്ധത കടന്നുകൂടിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJP നിലവിൽ നിൽക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി രാജ്യ വിരോധിയാണെന്നും രാജ്യദ്രോഹിയാണ് എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ BJPക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ സംബിത് ബാദ്ര എന്ന് പറയുന്ന ഒരാൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ ഒരു പറച്ചിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കരുതിക്കൂട്ടി തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതുപോലെ ഇന്ത്യയെക്കുറിച്ച് മോശമായും വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരാളെ ഔറംഗസേബ് ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന ഒരു BJPയുടെ നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു ഔറംഗസേബ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ മഹാറാണ പ്രതാപും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം ഒരു മാമ്പഴം, അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ, ഇതെല്ലാം സഭയിലെ കത്തിക്കയറിയുള്ള പ്രസംഗങ്ങൾ, BJPക്കെതിരായ നിലപാടുകൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്ന പാമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ബംഗ്ലാദേശിന് സമാനമായ ഒരു കലാപം രാജ്യത്തുണ്ടാകും എന്നുള്ള ഒരു ഭീഷണി, അതിന് പാകിസ്ഥാന്റെ ഒരു സഹായം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് അതിന് വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അവസരം, അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു അവസരത്തിൽ കാര്യം ഒരു മാമ്പഴത്തിന് അല്ലെങ്കിൽ ഒരു പെട്ടി മാമ്പഴത്തിന് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ട് തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.